സംസ്ഥാനത്ത് കൂടുതൽ വില്ലേജ് ഓഫീസുകൾ ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്ക് പരിധിയിലുള്ള കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് അടിസ്ഥാന സൗകര്യമില്ലാതെ 41 വർഷ പഴക്കമുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 5 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. നിലവിൽ വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് വിള്ളൽ വീണതും സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിലുമാണ്. വില്ലേജ് ഓഫീസറുടെ റൂം കൂടാതെ ചെറിയ ഒരു റൂമാണുള്ളത്. ഇതിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെയാണ് 4 ജീവനക്കാർ ജോലി ചെയ്യുന്നത്. മഴ പെയ്താൽ നനയാതിരിക്കാൻ പലപ്പോഴും ജീവനക്കാർ പെടാപ്പാട് പെടുകയാണ്. ജൂൺ മാസത്തിലുണ്ടായ മഴയിൽ ഈ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതും കെട്ടിടം സ്ഥിതി ചെയ്യുന്ന തറയിൽ പല ഭാഗത്തും വിള്ളൽ വീണതും ആശങ്ക ഉയർത്തുകയാണ്. തുലാവർഷം വരാനിരിക്കെ ശക്തമായ മഴ പെയ്താൽ ഇവിടെയിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുടെ അവസ്ഥ പറയേണ്ടി വരില്ല. 2018 പ്രളയമുണ്ടായി 6 പേർ മരിച്ച ചെട്ടിയൻപാറയും 2019 കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്ന പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയും ഈ വില്ലേജ് പരിധിയിലാണ്. ചാലിയാർ, ചുങ്കത്തറ, പോത്തുകൽ പഞ്ചായത്തുകളിലെ 12ഓളം വാർഡുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന വില്ലേജാണിത്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങളും ജീവനക്കാരും ഇവിടെ ഒട്ടും സുരക്ഷിതരല്ല. വില്ലേജ് ഓഫീസിലേക്ക് എത്തിയാൽ 41 വർഷത്തെ ഫയലുകൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. ഏറ്റവും സുരക്ഷിതമായ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കേണ്ട വില്ലേജ് ഓഫീസിന്റെ അവസ്ഥയാണിത്. വില്ലേജ് കെട്ടിടത്തിന്റെ തറയിലും ചുമരുകളിലും ദിവസങ്ങൾ കഴിയുന്തോറും വിള്ളലുകൾ കൂടി വരുന്നതാണ് ആശങ്ക ഇരട്ടിക്കാൻ കാരണം. ജോലി എത്ര സമയം വേണമെങ്കിലും ചെയ്യാൻ ജീവനക്കാർ തയ്യാറാണ്. പക്ഷേ ഈ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ തങ്ങൾക്ക് ആര് സുരക്ഷ തരുമെന്നാണ് ജീവനക്കാർ പരസ്പരം ചോദിക്കുന്നത്. റവന്യൂ വകുപ്പും ജില്ലാ കളക്ടറും സ്ഥലം MLAയും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഈ ചാനൽ നിലമ്പൂർ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.